സാധാരണ നമ്മള് യുജി ചെയ്യുന്ന നാട്ടിലുള്ള യുജിയിൽ നിന്നും ഡിഫറന്റ് ആയിട്ട് എന്താന്ന് വെച്ചാല് അവിടെ ഹോണേഴ്സ് ഡിഗ്രി ആകുമ്പോൾ കുറച്ചും കൂടെ ഡീപ്പ് ആൻഡ് വാസ്റ്റ് ആയിട്ടാണ് നമ്മൾ പഠിക്കുക. അപ്പോ മെയിൻ ആയിട്ട് എന്താ നമ്മുടെ ഒരു ഡിയുവിന്റെ സിലബസ് എന്ന് പറയുമ്പോൾ ഒരു ഇന്റർനാഷണൽ സിലബസ് ആണ് വരുന്നത്. ഒരു ഇന്റർനാഷണൽ ലെവൽ സിലബസ് ആണ്. അത്യാവശ്യം കുറച്ച് ടഫ് ആയിരിക്കും. ഇപ്പൊ നാട്ടിലെ സിലബസ് പോലെയല്ല, കുറച്ച് ടഫ് ആണ്. നാട്ടിലെ സിലബസും ടഫ് ആണ്, ബട്ട് നമ്മളെ ഒരു കമ്പാരാറ്റീവ്ലി കുറച്ചും കൂടെ ടഫ് ആയിട്ടുള്ള സിലബസ് ഡിയുവിന്റെ സിലബസ് ആണ്. പിന്നെ ഞങ്ങളുടെ ഒരു സമയത്തുള്ള അഡ്മിഷൻ പ്രോസസ്സ് അല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ സമയത്ത് പ്ലസ് ടുവിലെ നമുക്ക് പ്ലസ് ടുവിലെ മാർക്ക് വെച്ചിട്ടായിരുന്നു നമ്മുടെ അഡ്മിഷൻ പ്രോസസ്സ് നടന്നത്. പക്ഷെ ഇപ്പോൾ CUT എൻട്രൻസിന്റെ ബേസിലാണ്. പിന്നെ നമ്മൾ ഡിഗ്രി ചെയ്തത് 3 വർഷം കൊണ്ട് നമുക്ക് ഹോണേഴ്സ് ഡിഗ്രി കിട്ടിയിരുന്നു. പക്ഷെ ഇപ്പോ ഡിഗ്രി എന്ന് പറയുന്നത് 4 വർഷം കൊണ്ടാണ് ചെയ്യുന്നത്. അതായത് ഹോണേഴ്സ് ഡിഗ്രി കിട്ടണമെങ്കിൽ 4 വർഷം ചെയ്യണം. 4 വർഷം ഡിഗ്രി ചെയ്താലാണ് ഹോണേഴ്സ് കിട്ടുക. 3 വർഷം കൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സാധാ ഡിഗ്രി, അതായത് നാട്ടിലൊക്കെ ഉള്ള സാധാ ഡിഗ്രി കിട്ടും. അപ്പൊ വ്യത്യാസം എന്താന്ന് വെച്ചാല് ഹോണേഴ്സും ഒരാൾക്ക് ഹോണേഴ്സ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ലൈക്ക് ആ ആൾക്കാണ് കുറച്ചും കൂടെ ഒരു പ്രിഫറൻസ്. ഇപ്പോ നമ്മളൊരു ഒരു ഇന്റർവ്യൂക്കോ എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മളൊരു മേലോട്ടുള്ള ഒരു കരിയർ ഓപ്പർച്യൂണിറ്റീസിലൊക്കെ പോവുകയാണെങ്കിൽ തന്നെ അവിടെ ഒരു ഹോണേഴ്സ് ഡിഗ്രി ഉള്ള ഒരാൾക്കാണ് അവിടെ ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുക. അതാണ് വ്യത്യാസം. അപ്പോ ഇപ്പോഴത്തെ സിലബസിൽ 4 വർഷം കൊണ്ടാണ് ഇപ്പൊ ഡിഗ്രി ചെയ്യുന്നത്. അപ്പോ അതായത് 3 വർഷം കൊണ്ട് ഞങ്ങൾ ചെയ്ത സെയിം ഡിഗ്രി തന്നെയാണ് ഇപ്പോഴും 4 വർഷം കൊണ്ട് ചെയ്യുന്നത്. വ്യത്യാസം എന്താന്ന് വെച്ചാല് 4 വർഷം ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു ഹെക്റ്റിക് ആയിട്ട് വരില്ല. കാരണം ഇപ്പം ഇംഗ്ലീഷിന്റെ ഒക്കെ കേസിൽ ഞങ്ങൾക്ക് ഒരുപാട് നോവലുകളൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഭയങ്കര ഒരു ഹെക്റ്റിക് ആയിട്ട് നമുക്കൊരു 6 മാസം സെമ്മ് കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റാത്തത്ര ഹെക്റ്റിക് ആയിട്ട് വരും. പക്ഷെ ഇപ്പോഴത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് 4 വർഷം കൊണ്ടാണ്, സെയിം സിലബസ് തന്നെയാണ്, പക്ഷെ ഇപ്പോ അത് 4 വർഷം കൊണ്ട് തീർക്കുന്നു. അപ്പോ അതിന്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും ഇന്റേൺഷിപ്പ്, അതായത് യൂണിവേഴ്സിറ്റിന്റെ കീഴിൽ തന്നെ ഒരുപാട് ഇന്റേൺഷിപ്പുകൾ ഉണ്ട്. അപ്പൊ അത് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് പുറത്ത് നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും ഇന്റേൺഷിപ്പോ മറ്റെന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ലാംഗ്വേജ് കോഴ്സസ്, ഇപ്പൊ ഡിയുവിന്റെ ഒരു പ്രത്യേകത ആയിട്ടുള്ളത് തന്നെ ലാംഗ്വേജ് കോഴ്സസ് കുറെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഫ്രഞ്ച്, ഇറ്റാലിയൻ, സ്പാനിഷ്, ജർമ്മൻ അങ്ങനെയുള്ള ലാംഗ്വേജ് കോഴ്സസ് നമുക്ക് ഒരു സെമ്മിൽ എടുക്കാം. അതിന് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഫീ പേയ്മെന്റ് ഒക്കെ ഉണ്ട്. ഒരു 20,000 ഒക്കെ വരും. പക്ഷെ അത് എന്ന് വെച്ചാൽ നല്ല വാലിഡ് ആയിട്ടുള്ള ലാംഗ്വേജ് കോഴ്സസ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഈ ഒരു 4 വർഷം കൊണ്ട് ഡിഗ്രി ചെയ്യുന്നതിലൂടെ കിട്ടും. പിന്നെ നമുക്ക് റിസർച്ച് പേപ്പർ ഒക്കെ ചെയ്യാനുള്ള 2 റിസർച്ച് പേപ്പർ വരുന്നുണ്ട് ഇപ്പോഴത്തെ സിലബസ്. അതായത് NEP വന്നതിന് ശേഷമാണ് ഈ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു സിലബസിൽ നമുക്ക് ഇങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കെ ഉള്ളതുകൊണ്ട് റിസർച്ച്, അതായത് നിങ്ങൾ ഒരു PhD ചെയ്യാൻ, അതായത് നിങ്ങൾക്ക് PhD ചെയ്യുന്നതിലേക്കുള്ള ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഇതിന്റെ റിസർച്ച് പേപ്പർ ഒക്കെ വരും. ഇപ്പം 2 റിസർച്ച് പേപ്പർ ഒക്കെ ചെയ്യാനുള്ള അവസരം കിട്ടുന്നുണ്ട് സിലബസ് എന്ന് പറയുമ്പോൾ. പിന്നെ എന്തായാലും ഒരു കുറച്ചൊരു ലെവലുള്ള ഒരു ടഫ് സിലബസ് ആയിട്ടാണ് ഡിയുവിന്റെ സിലബസ് ഉള്ളത്. പിന്നെ കോളേജും ഫാക്കൽറ്റീസും പറയുമ്പോൾ ഞാൻ മിറാണ്ട ഹൗസിലാണ് പഠിച്ചത്. പക്ഷെ കമ്പാരേറ്റീവ്ലി DU എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു പ്രൊമിനന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു യൂണിവേഴ്സിറ്റി ആണ് ഇന്ത്യയിൽ. അതുകൊണ്ട് തന്നെ ഒരു നല്ല പ്രൊഫസേഴ്സ് എല്ലാവരും നല്ലത് തന്നെയാണെന്ന് ഞാൻ പറയും. പിന്നെ മിറാണ്ട ഹൗസിലുള്ള പ്രൊഫസേഴ്സ് എല്ലാവരും നമുക്ക് ഇംഗ്ലീഷ് ആയാലും ബാക്കിയുള്ള സബ്ജക്ട്സ് ആയാലും ഒക്കെ പ്രൊഫസേഴ്സ് ഒക്കെ നല്ല പ്രൊഫസേഴ്സ് ആയിരുന്നു. നല്ല ടീച്ചിങ്ങും കാര്യങ്ങളും എല്ലാം കൺസിസ്റ്റന്റ് ആയിട്ട് പോകുന്ന രൂപത്തിൽ തന്നെയായിരുന്നു. പിന്നെ മിറാണ്ട ഹൗസിൽ പറയുകയാണെങ്കിൽ അവിടെ കുറച്ചും കൂടെ ഒരു അക്കാഡമിക് എക്സ്പോഷർ കുറച്ചും കൂടെ കിട്ടുന്ന ഒരു കോളേജ് ആയിരുന്നു. വുമൻസ് കോളേജ് ആണ്. അപ്പം അതായത് കുറച്ചും കൂടെ ഓരോ കോളേജ് പ്രിഫർ ചെയ്യുന്നതിനനുസരിച്ച്. അപ്പൊ മിറാണ്ട ഒരു അക്കാഡമിക്സിന് കുറച്ചും കൂടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു കോളേജ് ആയിരുന്നു. ക്ലാസ്സസ് ഒക്കെ റെഗുലർ ആയിട്ട് നടക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ക്ലാസ്സസും പിന്നെ ലെക്ചേഴ്സും എല്ലാ കാര്യങ്ങളും, പിന്നെ പ്രൊഫസേഴ്സും ഒക്കെ നമുക്ക് എപ്പോഴും അപ്രോച്ചബിൾ ആയിട്ടുള്ള പ്രൊഫസേഴ്സ് ആയിരുന്നു. അങ്ങനത്തെ കാര്യത്തിലൊക്കെ നമുക്ക് നല്ല ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഡൽഹിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഡൽഹി ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് കേരളത്തിൽ ഇല്ലാത്തത് എന്താന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഒരു വൈബ്രന്റ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ഡൽഹി. പിന്നെ നമുക്ക് കുറെ ആക്സസിബിലിറ്റി, കുറെ ഓപ്പർച്യൂണിറ്റി. ഇപ്പൊ എന്തെങ്കിലും ജോബോ ഇന്റേൺഷിപ്പോ ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് നാട്ടിലൊന്നും ഇന്റേൺഷിപ്പ് അങ്ങനെ അത്ര നമുക്ക് കിട്ടില്ല. പക്ഷെ അവിടെന്ന് വെച്ചാൽ നമുക്ക് റിമോട്ട് ആയിട്ടും ഓൺ സൈറ്റ് ആയിട്ടും ഒക്കെ ഉള്ള കുറെ ഇന്റേൺഷിപ്പും കാര്യങ്ങളും നമുക്ക് ഡൽഹിയിൽ കിട്ടുന്നതാണ്.
പിന്നെ നമുക്ക് എന്ത് കാര്യത്തിലായാലും നമുക്ക് ആക്സസിബിലിറ്റി ഉണ്ട്. ഇപ്പൊ നമുക്ക് ബുക്സ് ഒക്കെ നമുക്ക് ഇപ്പൊ നമ്മൾ ഡിഗ്രി ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബുക്സ് ഒക്കെ നമുക്ക് റെഫർ ചെയ്യേണ്ടി വരും. നമുക്ക് ഒരുപാട് ബുക്സ് ഒക്കെ കളക്ട് ചെയ്യേണ്ടൊക്കെ വരും. അപ്പൊ അതിനൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. നമുക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ കിട്ടും. കാരണം നമുക്ക് ഒരുപാട് ലൈബ്രറി, ഇപ്പൊ യൂണിവേഴ്സിറ്റിന്റെ തന്നെ ലൈബ്രറി ഉണ്ട്. പിന്നെ ഓരോ കോളേജസിനും ലൈബ്രറി ഉണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് അതിനുള്ള ഹെൽപ്ഫുൾ ഒക്കെ ആയിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ മെയിൻ ആയിട്ടെന്ന് വെച്ചാൽ നമ്മുടെ ലാംഗ്വേജ്, വെദർ ഇറ്റ് ഈസ് ഇംഗ്ലീഷ് ഓർ ഹിന്ദി, 2 ലാംഗ്വേജ് നമുക്ക് ഇംപ്രൂവ് ആവും. അതായത് ഈ നമ്മള് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുമ്പോൾ, അത് ഏത് സെൻട്രൽ യൂണിവേഴ്സിറ്റി പോയി പഠിച്ചാലും നമ്മളൊരു മലയാളം ലാംഗ്വേജ് വിട്ടിട്ട് നമ്മൾ ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റ്സിൽ നിന്നും സ്റ്റുഡൻസ് ഉണ്ടാവുന്നതോടുകൂടി നമുക്ക് ആ ഒരു ലാംഗ്വേജ് നമുക്ക് അവരുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ നമുക്ക് ഹിന്ദി ലാംഗ്വേജ് ആയാലും ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയാലും നമുക്ക് ഇംപ്രൂവ് ചെയ്യും. പിന്നെ നമ്മൾ ഒരു ഡൽഹിയിലൊക്കെ പോയി നിന്ന് പഠിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ ഹിന്ദി ലാംഗ്വേജ് നമ്മൾ അവിടുത്തെ ലോക്കൽസ് ആയിട്ട്, അതായത് നമ്മൾ ഷോപ്പിൽ പോകുമ്പോൾ അങ്ങനെയൊക്കെ ലോക്കൽസ് ആയിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ഹിന്ദി ലാംഗ്വേജ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ഹിന്ദി ലാംഗ്വേജ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ ഒരു മാസം 2 മാസം ഒക്കെ സമയം മതി. നന്നായിട്ട് ഹിന്ദി ലാംഗ്വേജ് ഇംപ്രൂവ് ആവും. പിന്നെ ക്ലാസ്സിലും കോളേജിലും ഒക്കെ ടീച്ചേഴ്സ് അധിക ഡിയുവിൽ അധിക കോളേജസിലും ടീച്ചേഴ്സ് ഇംഗ്ലീഷിലാണ് ക്ലാസ് എടുക്കുക. അപ്പൊ നമ്മളുടെ ലാംഗ്വേജ് നല്ലോണം ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു വേ ആണ് ഇങ്ങനെ സെൻട്രൽ യൂണിവേഴ്സിറ്റി പോയി പഠിക്കുന്നത്. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയും സെൻട്രൽ യൂണിവേഴ്സിറ്റിയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ സർട്ടിഫിക്കറ്റ് വാല്യൂ നല്ലൊരു ഡിഫറൻസ് തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഡിയുവിൽ പഠിക്കുമ്പോൾ നമുക്കൊരു ഹോണേഴ്സ് ഡിഗ്രിയാണ് കിട്ടുന്നത്. അപ്പോ ഇപ്പോ ഉള്ള ഒരു ഇതെന്ന് വെച്ചാൽ 4 വർഷം പഠിച്ചാലേ നമുക്ക് ഹോണേഴ്സ് ഡിഗ്രി കിട്ടൂ. ഞങ്ങളൊക്കെ അതായത് കുറച്ച് 2 വർഷം മുന്നേ വരെ 3 വർഷം കൊണ്ട് പഠിച്ചാൽ നമുക്ക് ഹോണേഴ്സ് ഡിഗ്രി കിട്ടും. അതല്ല നിങ്ങൾക്ക് ഇനിയിപ്പോ 3 വർഷം കൊണ്ട് പഠിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാ ഡിഗ്രി കിട്ടും. 2 വർഷം കൊണ്ട് നിങ്ങൾ ഡ്രോപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ആയിട്ടും കിട്ടും. അപ്പൊ എന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ്. അപ്പോ പിന്നെ ഡൽഹി നമുക്ക് ജീവിക്കാനൊക്കെ നമുക്ക് അവിടെ നമുക്ക് സ്റ്റേന്റെ കാര്യത്തില് ഹോസ്റ്റല്, അതായത് നമ്മളെ യൂണിവേഴ്സിറ്റിയില് എല്ലാ കോളേജസിലും ഹോസ്റ്റൽ ഇല്ല. ഇനിയിപ്പോ ഹോസ്റ്റൽ ഉണ്ടെങ്കിൽ തന്നെ മിറാണ്ട ഹൗസിലൊക്കെ ഒരു ഡിപ്പാർട്ട്മെന്റില് 4 കുട്ടികൾക്കായിരുന്നു ഹോസ്റ്റൽ അലോട്ടഡ് ആയിരുന്നത്. ഒരു ഡിപ്പാർട്ട്മെന്റിൽ അത്യാവശ്യം ഒരു 50 കുട്ടികൾ ഉണ്ടാവും. അപ്പൊ അതില് 4 കുട്ടികൾക്കേ ഹോസ്റ്റൽ കിട്ടുള്ളൂ. ബാക്കിയുള്ള കുട്ടികള് പുറത്ത്, അതായത് പേയിങ് ഗസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഫ്ലാറ്റ് എടുത്തിട്ടോ ഒക്കെ ബാക്കിയുള്ള കുട്ടികളുടെ കൂടെ ഷെയർ ചെയ്തിട്ടൊക്കെയാണ് നിൽക്കുക. അപ്പോ ഏതാണോ നമുക്ക് പ്രിഫറൻസ്, അതിനനുസരിച്ചിട്ട് നമുക്ക് അത് ചെയ്യാവുന്നതാണ്. അപ്പം ഹോസ്റ്റല് കിട്ടുന്നത് നമുക്ക് എങ്ങനെയാന്ന് വെച്ചാൽ മാർക്കിന്റെ ബേസിസിലാണ് നമുക്ക് ഹോസ്റ്റല് കിട്ടുക. പിന്നെ ഡിസ്റ്റൻസ് നോക്കിയിട്ട്. അപ്പൊ ഡിസ്റ്റൻസിന്റെ കാര്യത്തിൽ നമുക്ക് എന്തായാലും കേരളമാണ് ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് ഉള്ളത്. അപ്പൊ ആ കാര്യത്തിൽ കിട്ടും. പിന്നെ മാർക്കിന്റെ ബേസിൽ ഒരു 4 കുട്ടികൾക്ക് മാത്രമേ നമുക്ക് ഹോസ്റ്റല് കിട്ടുള്ളൂ മിറാണ്ട ഹൗസിൽ. പിന്നെ അധിക കോളേജിലും അങ്ങനെ തന്നെയാണ്. പിന്നെ ഹോസ്റ്റൽ ഇല്ലാത്ത കോളേജസും ഉണ്ട്. അപ്പൊ അധികം എല്ലാവരും ഇങ്ങനെ പുറത്ത് പേയിങ് ഗസ്റ്റ് ആയിട്ട് നിക്കുന്നവരുണ്ട്. പിന്നെ ഫ്ലാറ്റ് എടുത്തിട്ട് നിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ നിക്കും. പിന്നെ പിന്നെ മൊത്തത്തില് ഡിയുവിന്റേത് പറയാണെങ്കിൽ സിലബസ് അത്യാവശ്യം ടഫ് സിലബസ് ആണ്. ബട്ട് അത് വർത്ത് ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. കാരണം ഇപ്പൊ സയൻസ് ആയാലും ലാംഗ്വേജ് ആയാലും പിന്നെ ഹ്യൂമാനിറ്റീസ് കോഴ്സസ് ആയാലും ഒക്കെ ഒരു വാസ്റ്റ് ആൻഡ് ഡീപ്പ് സിലബസ് ആയിട്ടാണ് കവർ ചെയ്ത് പോകുന്നത് ഡിയുവിന്റെ സിലബസ്. പിന്നെ എന്താ പിന്നെ എന്തെങ്കിലും ഡിയുവിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഡൗട്ട് എന്തെങ്കിലും, കുട്ടികൾക്ക് ക്വയറീസ് എന്തെങ്കിലും ഉണ്ടോ? പിന്നെ ഇപ്പൊ ഞാൻ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണുള്ളത്. പിന്നെ ഇവിടെ ഇന്റഗ്രേറ്റഡ് കോഴ്സസ് ആണ് ഉള്ളത്. ഇവിടെ ഇന്റഗ്രേറ്റഡ് കോഴ്സസ് +2 കഴിഞ്ഞ കുട്ടികൾക്ക് ഇന്റഗ്രേറ്റഡ് കോഴ്സസ് ആണുള്ളത്. പിന്നെ ഡിഗ്രി കഴിഞ്ഞവർക്ക് ഒരുപാട് PG ഉണ്ട്, PhD ഉണ്ട്. PhD ആണ് ഇവിടെ കുറച്ചും കൂടെ ഒരു ഫോക്കസ് ഉള്ളത്. ഇന്റഗ്രേറ്റഡ് കോഴ്സസ് ഉണ്ട്, ഒരുപാടുണ്ട്. അതായത് ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി, കെമിസ്ട്രി, അങ്ങനെ കുറച്ച് സയൻസ് കോഴ്സസിലും ഹ്യൂമാനിറ്റീസ് കോഴ്സസിലും ഇവിടെ ഇന്റഗ്രേറ്റഡ് വരുന്നുണ്ട്. ഇന്റഗ്രേറ്റഡ് ഡിഗ്രി എന്ന് പറയുമ്പോൾ അതായത് 3 വർഷം +2 അതായത് 3 വർഷത്തെ ഡിഗ്രിയും PGയും കൂടെ നമ്മൾ ഒരുമിച്ച് ചെയ്യും. അപ്പൊ നമുക്ക്
അതായത് ഡിഗ്രിയും പിജിയും കൂടെ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് പിജിക്ക് വേറൊരു സ്ഥലത്തേക്ക് അഡ്മിഷൻ എടുത്ത് പോകേണ്ട ആവശ്യമില്ല. അതായത് അഡ്മിഷന് വേണ്ടിയിട്ട് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. 5 വർഷം കൊണ്ട് നമുക്ക് ഡിഗ്രിയും പിജിയും കിട്ടും ഇന്റഗ്രേറ്റഡ് ചെയ്യുമ്പോൾ. അപ്പോൾ അത് കുറച്ച് യൂണിവേഴ്സിറ്റികളിലെ അങ്ങനെ ഉള്ളൂ. അപ്പൊ ഹൈദരാബാദ് അങ്ങനെ അതിന് പറ്റിയൊരു നല്ലൊരു ഓപ്ഷനാണ് +2 കഴിഞ്ഞ കുട്ടികൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഹൈദരാബാദ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡൽഹിന്റെ ഒരു മേജർ ആയിട്ടുള്ള ചിലപ്പോൾ കുട്ടികൾക്ക് ടോളറേറ്റ് ചെയ്ത് പോകാൻ പറ്റാത്തത് അവിടുത്തെ വെതർ ആയിരിക്കും. കാരണം വെതർ എന്ന് പറയുമ്പോൾ അവിടെ വിന്റർ ആകുമ്പോൾ എക്സ്ട്രീം വിന്റർ ആണ്, സമ്മർ ആകുമ്പോൾ എക്സ്ട്രീം സമ്മർ ആവും. അത് ചില കുട്ടികൾക്ക് ചിലപ്പോൾ അത് ടോളറേറ്റ് ചെയ്ത് പോകാൻ പറ്റായിരിക്കും. പിന്നെ ഫുഡിന്റെ കാര്യങ്ങൾ, ഫുഡൊക്കെ എല്ലാവർക്കും ചിലപ്പോൾ ടോളറേറ്റ് ചെയ്ത് പോകാൻ പറ്റിക്കൊള്ളുന്നില്ല. നമ്മൾ അതിനോട് അഡാപ്റ്റ് ആവും. പക്ഷെ ഹൈദരാബാദ് ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു സൗത്ത് ഇന്ത്യൻ ടച്ച് ഉള്ള ഫുഡും പിന്നെ വെതർ ആയാലും ഒന്നും വലിയ ഒരു പ്രശ്നമില്ലാത്തതാണ്. പിന്നെ പിന്നെ സിലബസ് ഇന്റഗ്രേറ്റഡ് ആകുമ്പോൾ എന്താന്ന് വെച്ചാൽ ഇന്റഗ്രേറ്റഡ് സിലബസിന്റെ അതായത് ഹൈദരാബാദ് ഇന്റഗ്രേറ്റഡ് ഡിഗ്രിയാണ്. അപ്പൊ ഇന്റഗ്രേറ്റഡ് നമ്മളിപ്പോ 3 ഇയർ കഴിഞ്ഞ് നിങ്ങൾ ഡ്രോപ്പ് ചെയ്ത് പോവാണ്, നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് PG ചെയ്യണം എന്ന് തോന്നുകയാണ്, അല്ലെങ്കിൽ പുറത്ത് പോവാനൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ 3 ഇയർ കഴിഞ്ഞ് ഡിഗ്രി എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്തിട്ട് പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും. സാധാ ഡിഗ്രി ചെയ്തതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുക. പിന്നെ മെയിൻ ആയിട്ട് വ്യത്യാസം എന്താന്ന് വെച്ചാൽ നാട്ടിലും ഇവിടെയും സിലബസിൽ നല്ല വ്യത്യാസമുണ്ട്. സിലബസ് കവർ ചെയ്യുന്നത് വ്യത്യാസമുണ്ട്. പക്ഷെ നാട്ടിലാകുമ്പോൾ അവിടുത്തേതായിട്ടുള്ള ചിലപ്പോൾ നാട്ടിലുള്ള സ്റ്റുഡൻസ് പഠിച്ച ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കാത്തതുണ്ടാവും, നമ്മൾ പഠിച്ചത് ചിലത് അവർ പഠിക്കാത്തതുണ്ടാവും. പക്ഷെ സിലബസ് ഏറ്റവും കുറച്ചും കൂടെ ഒരു ടോപ്പ് സിലബസ് ആയിട്ട് വരുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ സിലബസ് ആണ്. പിന്നെ ടീച്ചേഴ്സ് ഫാക്കൽറ്റീസും ഒക്കെ നമുക്ക് നമ്മുടെ ക്ലാസ്സും നമ്മളെ എൻഗേജ്മെന്റ്സ് ഫുള്ള് ഒരു നോൺ മലയാളി തിങ്ങിലായിരിക്കും, ലൈക്ക് ഇംഗ്ലീഷ് ഹിന്ദി. അപ്പോൾ തന്നെ നമ്മുടെ ലാംഗ്വേജ് ഒരുപാട് ഇമ്പ്രൂവ് ആവും. ഇപ്പൊ ടീച്ചേഴ്സ് സ്പീക്ക് ചെയ്യുന്നതും നമ്മുടെ ഫ്രണ്ട്സും നമ്മളെ ഒരു സർക്കിളൊക്കെ സ്പീക്ക് ചെയ്യുന്ന ലൈക്ക് ഒന്നെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി. അപ്പൊ നമ്മളുടെ ലാംഗ്വേജിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് വരാനൊക്കെ സഹായിക്കും. ഒരു ക്വസ്റ്റ്യൻ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. ഹോസ്റ്റൽ കിട്ടാൻ +2 മാർക്കിന്റെ ബേസിലാണോ ഹോസ്റ്റൽ കിട്ടണതെന്ന്? അപ്പൊ ഞങ്ങളായിരുന്ന സമയത്ത് +2 മാർക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളായിരുന്ന സമയത്ത് അഡ്മിഷൻ വരെ നമ്മൾ +2 മാർക്കിന്റെ ബേസിലായിരുന്നു. അപ്പോ നമുക്ക് ഹോസ്റ്റൽ അഡ്മിഷനും ഒരു ക്രൈറ്റീരിയ ആയിട്ട് വെച്ചത് +2 അഡ്മിഷന്റെ മാർക്കായിരുന്നു. പക്ഷെ ഇപ്പോ എനിക്ക് തോന്നുന്നു CUETന്റെ മാർക്കിന്റെ ബേസിലായിരിക്കുന്നതാണ്. അത് ഒന്ന് അന്വേഷിച്ച് നോക്കിയിട്ട് പറയാം. CUETന്റെ മാർക്കിന്റെ ബേസിലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ സ്റ്റീഫൻസിലൊക്കെ നമുക്ക് സ്റ്റീഫൻസിൽ മുമ്പ് ഇന്റർവ്യൂ ഒക്കെ വെച്ചിട്ടായിരുന്നു. പക്ഷെ സ്റ്റീഫൻസിലായാലും ഇപ്പോൾ CUET മാർക്കിന്റെ ബേസിലാണ് സ്റ്റീഫൻസ്, മിറാണ്ട് എല്ലാ കോളേജിലും അഡ്മിഷൻ ഉള്ളത്. ഡൽഹി യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയുടെ കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് ബെറ്റർ എന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ പറയാം. എന്താ വെച്ചാൽ ഞാൻ UG ചെയ്തത് ഡൽഹി യൂണിവേഴ്സിറ്റിയും PG ചെയ്യുന്നത് ഇവിടുന്നുമാണ്. അപ്പോൾ പൊതുവെ ആയിട്ട് ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാല് UGക്ക് ഏറ്റവും ബെറ്റർ നമ്മൾ ആരോടായാലും നമ്മൾ പറയാ ഡൽഹി യൂണിവേഴ്സിറ്റി ആണെന്നാണ്. ഇപ്പൊ ഇവിടെ ഇന്റഗ്രേറ്റഡ് PG ആണെങ്കിൽ പോലും ലൈക്ക് UG ഇവിടെ എന്താ നമുക്ക് ഹോണേഴ്സ് അല്ല, ഇന്റഗ്രേറ്റഡ് ആയിട്ട് നമ്മൾ ഡിഗ്രിയും PGയും ചെയ്യുന്നത് ഹൈദരാബാദില്. പക്ഷെ ഡൽഹിയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് 3 വർഷം അതായത് നമുക്ക് ഹോണേഴ്സ് ഡിഗ്രിയാണ് കിട്ടുന്നത്. അപ്പം UG ചെയ്യാൻ ഏറ്റവും ഒരു നല്ല സ്പേസ് ആയിട്ടുള്ളത് ഡൽഹിയാണ്. കാരണം നമ്മൾ UGന്റെ ഒരു സമയത്ത് ഒരു കുറച്ച് വൈബ്രന്റ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. അപ്പൊ നമ്മളെ ആ ഒരു എക്സ്പോഷറും പിന്നെ നമുക്ക് നമ്മളെ ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റിനും ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് നമുക്ക് ഡൽഹി. പിന്നെന്ന് വെച്ചാൽ സിലബസും പിന്നെ നമ്മളൊരു കോളേജിൽ പോകുമ്പോൾ നമ്മൾ അവിടുത്തെ ഒരു കോളേജ് എക്സ്പോഷറും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ നമ്മളൊരു അഡ്വാൻസ്മെന്റിന് സഹായിക്കുന്നത് ഡൽഹി തന്നെയാണ്. അപ്പൊ എനിക്ക് UG ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പറയും ലൈക്ക് ഡൽഹിയാണ് കുറച്ചും കൂടെ ബെറ്റർ നമുക്ക് UGക്ക്. പക്ഷെ PG എന്ന് പറയുന്നത് നമുക്ക് അത് ഡൽഹിനേക്കാളും ബെറ്റർ ആണ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഒക്കെ താല്പര്യമാണെങ്കിൽ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻ ഇന്ത്യ ആണ് ഇപ്പോൾ ഹൈദരാബാദിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോ നമ്മളത് UGക്ക് കുറച്ചും കൂടെ നല്ലത് കമ്പാരേറ്റീവ്ലി ഡൽഹിയാണ്. പക്ഷെ PGക്ക് DUനേക്കാളും കുറച്ചും കൂടെ നല്ല യൂണിവേഴ്സിറ്റീസ് ഒരുപാടുണ്ട്. JNU, ജാമിയ, അലിഗർ, ഹൈദരാബാദ്, അങ്ങനെ ഒരുപാട് നല്ല യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഹാവ് യു ഡൺ എനി ഇന്റേൺഷിപ്സ് ഡ്യൂറിംഗ് യുവർ BA?
ലൈക്ക് ഞാന് ഒരു ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട്. ബട്ട് അത് കോളേജിന്റെ അതായത് യൂണിവേഴ്സിറ്റിയിൽ ചെയ്തതല്ല, പുറത്ത് ഞാൻ ചെയ്തതാണ്. അത് നമുക്ക് ഞങ്ങളൊക്കെ ആയിരുന്ന സമയത്ത് കുറച്ചും കൂടെ ഹെക്ടിക് ആയിരുന്നു സിലബസ്. ഐ മീൻ സിലബസും ഹെക്ടിക് ആയിരുന്നു, നമ്മളുടെ ഒരു സ്കെഡ്യൂളും. പിന്നെ ഞങ്ങള് ഒരു കോവിഡ് ബാച്ച് ആയതുകൊണ്ട് ഒരു 1.5 വർഷം ഞങ്ങൾക്ക് ഓൺലൈൻ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കാര്യമായിട്ട് ഒരു സിലബസ് ഒന്നും കാര്യമായിട്ട് ഒരു ഇന്റേൺഷിപ്പ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഒരു പ്രാവശ്യം ഞാനൊരു വെക്കേഷനിൽ ഒരു ജേർണലിസ്റ്റ് ഇന്റേൺ ആയിട്ട് ഒരു ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട്. അതൊരു 3 months ഇന്റേൺഷിപ്പ് ആയിരുന്നു. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിന്റെ കീഴിൽ എന്നാൽ സമ്മർ ഇന്റേൺഷിപ്പും വിന്റർ ഇന്റേൺഷിപ്പും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ പ്രിഫർ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്തിട്ട് കിട്ടുവാണെങ്കിൽ കൊടുക്കാം. പിന്നെ അവിടെ പുറത്ത് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി കിട്ടും. ഇപ്പൊ ലിങ്ക്ഡനിലൊക്കെ അപ്ലൈ ചെയ്തിട്ടാല് ഡൽഹിയിലൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതാണ്. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിന്റെ ഫെസിലിറ്റി ഉണ്ടോ? ഓക്കെ, ഹോസ്റ്റല് ഹൈദരാബാദ് എന്ന് പറയുമ്പോൾ എല്ലാ കുട്ടികൾക്കും ഹോസ്റ്റൽ കിട്ടും. അത് കിട്ടാതിരിക്കുക എന്ന് വെച്ചാൽ ഹൈദരാബാദീസ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് മാത്രമേ കിട്ടാതിരിക്കൂ. പക്ഷെ അവർക്കും ഇപ്പോ പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഹോസ്റ്റൽ അക്കോമഡേഷൻ ഉണ്ട് ഇവിടെ. പ്രത്യേകിച്ച് ഇപ്പൊ ഇന്റഗ്രേറ്റഡ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ എല്ലാ കുട്ടികൾക്കും ഹോസ്റ്റൽ അക്കോമഡേഷൻ ഉണ്ട്. എന്ന് വെച്ചാല് വളരെ ചീപ്പ് ആയിട്ടുള്ള റേറ്റിന് ആണ് നമുക്ക് ഹോസ്റ്റൽ കിട്ടുന്നത്. അതായത് ഒരു സെമ്മിൽ നമുക്ക് 500 രൂപയാണ് ഹോസ്റ്റൽ ഫീസ് വരുന്നത്. പക്ഷെ പിന്നെ നമുക്ക് മെസ് ഫീസ് വരും. ഹോസ്റ്റൽ ഫീസ് ഒരു സെമ്മിന് 500 രൂപ വെച്ചിട്ട്, പിന്നെ മെസ് ഫീസ് ഒരു 2500 3000 രൂപയുടെ ഇടയിൽ മാസം മെസ് ഫീസ് വരും. അത് പിന്നെ ഡൽഹിയുടെ അത് പറയുകയാണെങ്കിൽ ഡൽഹി ലിവിംഗ് എക്സ്പെൻസ് കുറച്ചും കൂടെ കൂടുതലാണ് ഹൈദരാബാദിനെ വെച്ച് നോക്കുമ്പോൾ. കാരണം വ്യത്യാസമുണ്ട്, പ്ലേസുകൾ തമ്മിൽ തന്നെ വ്യത്യാസമുണ്ട്. ഒന്ന് സിറ്റിയാണ്, കുറച്ച് ഹൈദരാബാദ് സിറ്റിയാണ്. ബട്ട് ഇവിടെ നമുക്ക് യൂണിവേഴ്സിറ്റിന്റെ ഉള്ളിൽ ഹോസ്റ്റൽ തരുന്നതുകൊണ്ടാണ്. ഡൽഹി എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ സിറ്റി അല്ലേ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചേഞ്ചസ് അവിടെ അക്കോമഡേറ്റ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടില്ല. പിന്നെ പേയിങ് ഗസ്റ്റ് ആയിട്ട് നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മന്ത്ലി ഒരു 10,000 to 11,000 ഒക്കെ ആയിട്ട് ഡൽഹിയിൽ പേയിങ് ഗസ്റ്റിന് ആയി നിൽക്കുകയാണെങ്കിൽ ഉണ്ടാവും. അതല്ല ഫ്ലാറ്റ് എടുത്ത് നിൽക്കുകയാണെങ്കിൽ ഷെയർ ചെയ്യുമ്പോൾ ഒരു 5,000 അത്രയൊക്കെ ഒരു റേഞ്ചിൽ മന്ത്ലി വരും. അത് അവിടെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഇല്ലാത്തത് കൊണ്ടാണ്. ഈ ഹോസ്റ്റൽ നിങ്ങൾക്ക് കോളേജിൽ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഈ ക്ലാസ് തുടങ്ങുന്നത് ഓഗസ്റ്റിലാണോ സെപ്റ്റംബറിലാണോ? ഏത് യൂഷ്വലി ഡൽഹിയിലാണേലും ഹൈദരാബാദിലാണേലും ഫസ്റ്റ് ഇയർസിന്റെ ക്ലാസ് തുടങ്ങുന്നത്? ഹൈദരാബാദില് ഇപ്പോ കുറച്ച് ലേറ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്, സെപ്റ്റംബറിലാണ്. പക്ഷെ ഇപ്പോ CUET എക്സാം നേരത്തെ മാർച്ചിലെ, നിങ്ങളുടെ CUET എക്സാം മാർച്ചിലാണോ? മെയ്യിലാന്നാ PG പറഞ്ഞിരിക്കുന്നത്. മെയ്യില്. മെയിലാണ്. അപ്പോ PGൻ്റെത് ഇപ്പോ മാർച്ചിലാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു മെയിലാണെങ്കിലും ഒരു ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്കൊക്കെ, അതായത് ഇപ്പോ നമ്മളെ അതായത് അക്കാഡമിക്സ് ജൂണിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന രൂപത്തിലാക്കി വരുന്നുണ്ട്. അതായത് ഇതുവരെയൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ നവംബറിലാണ് PGക്കാർക്കൊക്കെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ UGക്ക് ചേർന്ന സമയത്ത് ഞങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബറിലാണ്. അപ്പോൾ അതിങ്ങനെ ഇപ്പോ മുന്നോട്ടാക്കിയിട്ട് ഒരു ജൂണിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ CUT എക്സാം ഒക്കെ നേരത്തെ. കഴിഞ്ഞ വർഷമൊക്കെ CUT എക്സാം ഞങ്ങള് ജൂൺ ജൂലൈയിലൊക്കെ എഴുതിയത്. അപ്പൊ നേരത്തെ ആക്കുമ്പോ എന്തായാലും നേരത്തെ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ആവാൻ ലേറ്റ് ആവുകയാണെങ്കിൽ ഓഗസ്റ്റിലൊക്കെയാണ് ക്ലാസ് സ്റ്റാർട്ട് ആവുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സെം ഒന്ന് നീട്ടും അവരൊരു ജനുവരി ഫെബ്രുവരിയിലൊക്കെ ഫസ്റ്റ് സെമ്മിന്റെ എക്സാം നടത്തും. അത് അവർ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നീട്ടുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒരു 5 മാസം 4 മാസം 5 മാസം എന്തായാലും കിട്ടും. മെറാണ്ടയിലെ ഹോസ്റ്റല് നല്ലതാണ്. അതായത് നമുക്ക് ഫുഡും കാര്യമൊക്കെ അവിടെ തന്നെ ഉണ്ട്. അത് ഏത് ഹോസ്റ്റലിലായാലും ഫുഡ് ഉണ്ട്. പിന്നെ മെറാണ്ട ഡബിൾ ഷെയറിംഗ് ആണ് വരുന്നത്. പിന്നെ HCUലായാലും ഡബിൾ ഷെയറിംഗ് ആണ് വരുന്നത്. 2 പേര് ഒരു റൂമിൽ അക്കോമഡേറ്റ് ചെയ്യുന്ന രൂപത്തിൽ. +2 എനിക്ക് തോന്നുന്നത് +2 അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നുന്നു 65% ആണോ സെല്ല, അറിയോ? നമുക്ക് ജോയിൻ ചെയ്യാൻ ശരിക്കും നമുക്ക് അതായത് നമുക്ക് അതായത് പറ. +2 65 60 ആണ് എലിജിബിലിറ്റി വരുന്നത്. അതിൽ ഹോസ്റ്റൽ എലിജിബിലിറ്റി എനിക്ക് കറക്റ്റ് അറിയില്ല. അല്ല, എനിക്ക് തോന്നുന്ന ഹോസ്റ്റൽ എലിജിബിലിറ്റി CUETന്റെ മാർക്ക് വെച്ചിട്ടാവും. അതായത് നമ്മുടെ കോളേജിൽ അഡ്മിഷന് CUETന്റെ മാർക്ക് വെച്ചാവുമ്പോൾ പിന്നെ ഹോസ്റ്റൽ അഡ്മിഷനും അത് വെച്ചിട്ട് തന്നെ ആവാനാണ് സാധ്യത. അത് നമ്മളിപ്പോ അങ്ങനെ ആവാനാണ് ചാൻസ്. കാരണം ഓരോ സ്റ്റേറ്റിലും ഡിഫറെന്റ് ആവുമല്ലോ. ഇത് +2ന്റെ മാർക്ക്, അതായത് സ്റ്റേറ്റ് ബോർഡ് എക്സാം ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ CUET എക്സാമിന്റെ ബേസിൽ തന്നെ ആവും. പിന്നെ വാട്ട് അബൌട്ട് IFLU? IFLU നല്ലൊരു ഓപ്ഷനാണ്. ലാംഗ്വേജ്
ചൂസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഇഫ്ലു എന്ന് പറയുന്നത്. ഇഫ്ലുവിലും എന്താ അവിടെ എല്ലാവർക്കും ഇപ്പൊ ഡിയുവിന് വ്യത്യാസമായിട്ട് എന്താ വെച്ചാല് ഡിയുവിൽ നമ്മൾ അക്കോമഡേഷൻ നമ്മള് അതായത് ഒന്നെങ്കിൽ PG നോക്കണം, പേയിങ് ഗസ്റ്റ് ആയിട്ട് നോക്കണം, അല്ലെങ്കിൽ നമ്മൾ ഒരു ഫ്ലാറ്റ് എടുത്ത് നിൽക്കണം. അപ്പൊ ഇഫ്ലുവിലൊക്കെ ഫുൾ അക്കോമഡേഷൻ വരുന്നുണ്ട്. പിന്നെ അവിടെയും BA ഹോണേഴ്സ് ഇംഗ്ലീഷ് ആണ് വരുന്നത്. ഇംഗ്ലീഷ് ആവട്ടെ, അവിടെ പിന്നെ ഫ്രഞ്ച്, അറബി, ഇറ്റാലിയൻ അങ്ങനെ ലാംഗ്വേജ് കോഴ്സസ് ആണ് വരുന്നത്. പിന്നെ ജേർണലിസം വരുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. ലാംഗ്വേജ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനായിട്ട് ഇഫ്ലു വരുന്നുണ്ട്. ലൈക്ക് ബെറ്റർ ദാൻ DU എന്ന് പറയാം, ലാംഗ്വേജ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക്. മറ്റു യൂണിവേഴ്സിറ്റിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ ജാമിയ, അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത് എല്ലാതും ഏകദേശം സെയിം സ്ട്രക്ചർ തന്നെയാണ് വരുന്നത്. പിന്നെ അതായത് നമുക്ക് അവിടെ, അതായത് ഇപ്പൊ ജാമിയയിൽ പോയാലും അലിഗഡിൽ പോയാലും DUയിൽ പോയാലും HCUയിൽ പോയാലും നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷറും കൾച്ചറൽ ഡിഫറൻസും ഒക്കെ സെയിം തന്നെയാണ്. പിന്നെ വ്യത്യാസമുള്ളത് സിലബസിന്റെ കാര്യത്തിലാണ്. ഞാൻ പറഞ്ഞല്ലോ, DUവിന്റെ സിലബസ് കുറച്ചും കൂടെ ഒരു വാസ്റ്റ് ആണ്, കുറച്ച് ഡീപ്പ് ആയിട്ടുള്ള സിലബസ് ആണ്. കുറച്ച് നമുക്ക് നല്ലതാണ് അത് ശരിക്കും. പിന്നെ നമുക്കൊരു ഇന്റർനാഷണൽ ലെവൽ സിലബസ് ആണ് DUയിൽ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു നല്ല ഹെൽപ്ഫുൾ ആണ്. പക്ഷെ ഇപ്പൊ ജാമിയയിലുള്ള സിലബസും അലിഗറിലുള്ള സിലബസും അത്ര DUവിന്റെ സിലബസിന്റെ അത്ര എത്തി നിൽക്കില്ലെങ്കിലും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിന്റെ സിലബസിനേക്കാളും ഒക്കെ നല്ല സിലബസുകളാണ്. പിന്നെ നാട്ടിലുള്ള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ വെച്ചാൽ അവർക്ക് അവരുടേതായിട്ടുള്ള ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. കാരണം ചില പേപ്പേഴ്സ്, ചില കോഴ്സസ് നമ്മൾ, അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ കവർ ചെയ്യാത്തത് നാട്ടിലെ യൂണിവേഴ്സിറ്റിയിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പം അതിന് ബെനിഫിറ്റ്സും ഉണ്ട്. ഓക്കെ, ഹൈദരാബാദ്, ഓക്കെ, മറ്റു യൂണിവേഴ്സിറ്റീസായിട്ട് ഹൈദരാബാദ് കമ്പയർ ചെയ്യുമ്പോൾ എന്നുവെച്ചാല് ഇന്റഗ്രേറ്റഡ് കോഴ്സ് അല്ലാണ്ട് PGക്കാണ് ഹൈദരാബാദ്. ഇന്റഗ്രേറ്റഡ് കോഴ്സസ് കുറച്ച് യൂണിവേഴ്സിറ്റീസിലേ ഉള്ളൂ. ഐ മീൻ ഡിഗ്രി ഉള്ള അത്ര ഇന്റഗ്രേറ്റഡ് കോഴ്സസ് യൂണിവേഴ്സിറ്റീസിൽ വരുന്നില്ല. അപ്പോൾ ഹൈദരാബാദ് ഒരു ഇന്റഗ്രേറ്റഡ് ചെയ്യാനൊരു നല്ല ഓപ്ഷനാണ്. പിന്നെ കുറച്ചും കൂടെ നമുക്ക് ഡൽഹി പോവാൻ താല്പര്യമില്ലാത്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഹൈദരാബാദ് ഒക്കെ ഒരു നല്ല ഓപ്ഷനാണ്. പിന്നെ എന്താ യൂണിവേഴ്സിറ്റി എക്സ്പോഷറും കാര്യങ്ങളും ഒക്കെ നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ് ഹൈദരാബാദ്. അക്കാഡമിക്സിലും നല്ല ടോപ്പ് തന്നെയാണ്. പിന്നെ ഫാക്കൽറ്റീസും നല്ല ഫാക്കൽറ്റീസാണ്. വെക്കേഷൻസ് ഉണ്ടാവുന്നത് നമുക്ക് വിന്റർ വെക്കേഷനും സമ്മർ വെക്കേഷനും ആണ് ഉണ്ടാവുക. വിന്ററിൽ ഒരു 15 ഡേയ്സ്, നമുക്ക് ഡിസംബർ ലാസ്റ്റിൽ ഒരു 15 ഡേയ്സ് നമ്മുടെ സെം എക്സാം കഴിഞ്ഞിട്ട് ഒരു 15 ഡേയ്സ് ഉണ്ടാകും. സമ്മറിൽ ഒരു 1 മന്ത് വെക്കേഷന് വരും. പിന്നെ ഡൽഹിയിലാകുമ്പോൾ ഒരു പൊല്യൂഷൻ ഒക്കെ കാരണം ഈ ഒരു സമയത്ത് അങ്ങനെ ഒരു ലീവ് കൊടുത്തു. ഡൽഹിയിൽ പൊല്യൂഷൻ വല്ലാണ്ട് കൂടിയപ്പോൾ വിന്റർ വെക്കേഷൻ അവർക്ക് എന്ത് ചെയ്തു, നവംബറിലേക്ക് മാറ്റിയിട്ട് പൊല്യൂഷൻ കാരണം അവർക്ക് ലീവ് കൊടുത്തിട്ടുണ്ട് 2 വീക്സ്. അപ്പോൾ വിന്റർ വെക്കേഷൻ അവർക്ക് കിട്ടുന്നില്ല. അങ്ങനെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചേഞ്ച് ഒക്കെ വരുത്തും. പക്ഷെ വെക്കേഷൻസ് ഉണ്ടാകും. അതായത് ഒരു വർഷം നമുക്ക് 2 പ്രാവശ്യം നമുക്ക് വെക്കേഷൻ കിട്ടും. ഇഫ്ലുവിലെ BA ഓണേഴ്സ് ആണോ DUവിനേക്കാൾ ബെറ്റർ? അതിൽ BA ഹോണേഴ്സ് എന്ന് പറയുമ്പോൾ ലാംഗ്വേജസ് ആണ് ഇഫ്ലുവിൽ വരുന്നത്. അപ്പോ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് രണ്ടും സെയിം തന്നെയാണ്. പക്ഷെ സിലബസ് ഇഫ്ലുവിനേക്കാളും കുറച്ചും കൂടെ ഒരു ഹൈ ലെവൽ സിലബസ് വരുന്നത് DUവിലാണ്. അപ്പോ സിലബസ് വൈസ് നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത് DU ആണ്. ഇഫ്ലും ബെറ്റർ തന്നെയാണ്. പിന്നെ ഇഫ്ലുവിലെ ലാംഗ്വേജ് കോഴ്സസ് മാത്രമേ ഉള്ളൂ എന്നുള്ളതൊരു ഡ്രോബാക്ക് ആയിട്ട് വരും. നമ്മുടെ ഒരു എക്സ്പോഷറിന്റെ കേസിൽ നമുക്ക് ലാംഗ്വേജ് കോഴ്സസ് മാത്രമേ ഉള്ളൂ എന്നുള്ളതൊരു ഡ്രോബാക്ക് ആയിട്ട് വരും. അല്ലെങ്കിൽ ഇഫ്ലു തന്നെ നല്ലത്. പിന്നെ അക്കോമഡേഷന്റെ കാര്യത്തിൽ ഇഫ്ലു നമുക്ക് പിന്നെ അക്കോമഡേഷൻ ഒന്നും നോക്കണ്ട. നമുക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് എല്ലാ കുട്ടികളെയും അക്കോമഡേറ്റ് ചെയ്യുന്ന ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഉണ്ട്. അത് ഞാൻ ഈ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി പറഞ്ഞ പോലെ തന്നെ ഫീസും നല്ല കുറവാണ്. ഒരു 1 മന്ത് ഒരു സെമ്മിൽ തന്നെ 500 സംതിങ് തന്നെ ഉള്ളൂ അവിടെയും ഫീസ്. പിന്നെ മെസ് ഫീസ് ആണ് വരുന്നത്. അപ്പോ അങ്ങനെ ഒരു ലിവിങ് വെച്ച് നോക്കുമ്പോൾ ഇഫ്ലു ഈസ് ബെറ്റർ ദാൻ DU. ബട്ട് സിലബസ് വൈസ് DU ഒരു ടോപ്പ് യൂണിവേഴ്സിറ്റി ആണ് സിലബസ് വൈസ് നോക്കുമ്പോൾ. എല്ലാ യൂണിവേഴ്സിറ്റിനെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ DU നല്ലൊരു സിലബസ് ആണ്. DUല് ഹിന്ദിയിലാണോ ക്ലാസ് എന്ന് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇറ്റ്സ് ഡിപ്പെൻസ് അപ്പോൺ ദി കോളേജസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ മിറാണ്ട, LSR, ജാക്കിർ ഹുസൈൻ,
കുറച്ച് നല്ല ടോപ്പുള്ള കോളേജസ് ഉണ്ട്. ടോപ്പ് ലിസ്റ്റിൽ വരുന്ന കോളേജസിലൊക്കെ ഇംഗ്ലീഷിൽ തന്നെയാണ് ക്ലാസ് ഫോളോ ചെയ്യുക. ഹിന്ദിയിൽ ഫോളോ ചെയ്യുന്നത് വളരെ കുറവാണ്. പിന്നെ നമ്മള് ടീച്ചേഴ്സിനോട് നമ്മൾ അപ്രോച്ച് ചെയ്യാം. നമുക്ക് ഹിന്ദി ലാംഗ്വേജ് മനസ്സിലാവുന്നില്ല എന്ന് അപ്രോച്ച് ചെയ്താൽ ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കാം. മോസ്റ്റ് ഓഫ് ദി കോളേജസിലും ഇംഗ്ലീഷിൽ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. വളരെ റെയർ ആയിട്ട് ചില സബ്ജക്ട്സിലൊക്കെ ഇനിയിപ്പം ഒരു സബ്ജക്ട് 2 സബ്ജക്റ്റ് ഒക്കെ ടീച്ചേഴ്സ് ഹിന്ദിയിൽ എടുത്തെങ്കിലേ ഉള്ളൂ. അല്ലെങ്കിൽ എല്ലാ ഇംഗ്ലീഷിൽ തന്നെയാണ് എല്ലാ ക്ലാസ്സസും ഫോളോ ചെയ്യുന്നത്. ഒരേ ടൈം 2 കോഴ്സസ് ചെയ്യാൻ പറ്റുമോ ഇഫ്ലുവിൽ എന്നുള്ളത് ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. അത് അന്വേഷിച്ച് നോക്കിയിട്ട് പറയാം. അത് ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. നിങ്ങൾ ഹൈദരാബാദും ഡൽഹി യൂണിവേഴ്സിറ്റിയും പറ്റിയുള്ള ക്വയറീസ് കൂടുതൽ ചോദിക്കുന്നതാവും നല്ലത്. ഇനിയുള്ള സെഷൻസിൽ നമുക്ക് വേറെ യൂണിവേഴ്സിറ്റിയിലുള്ള സ്റ്റുഡൻസ് അല്ലെങ്കിൽ അലുമിനീസിനെ ലഭിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചോദിക്കാവുന്നതാണ്. ഇത് എക്സാം പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് അവിടെ? ഡിയുലായിരുന്നപ്പോ, അതുപോലെ ഇപ്പൊ ഹൈദരാബാദിലാണേലും, ഹൈദരാബാദ് നിങ്ങളുടെ ഫസ്റ്റ് ഇയർ ആണ്, ഡിയുലൊക്കെ എങ്ങനെയായിരുന്നു? എന്ത് എക്സാം? അതായത് CUT എക്സാമിന്റെ പ്രിപ്പറേഷൻസ് ആണോ? അല്ലല്ല, മീൻസ് അവിടുത്തെ തന്നെ സെമസ്റ്റർ എക്സാമിന്റെ ഒക്കെ. സെമസ്റ്റർ എക്സാം നമ്മള് സിലബസ് കുറച്ച്, നമ്മൾ ഡിയുലായാലും ഇവിടെ ആയാലും സിലബസ് ഒക്കെ കുറച്ച് ടഫാണ്. അത് എവിടെയാണെങ്കിലും സിലബസ് ടഫാണ്. അപ്പൊ നമ്മള് ക്ലാസ് എടുക്കുന്നതിന്റെ കൂടെ തന്നെ ഫോളോ ചെയ്ത് പോകണം. പിന്നെ നമുക്ക് ഒരു സെം എക്സാമിന് ഒരു 10 ഡേയ്സ് ഒക്കെ നമുക്ക് ഒരു സ്റ്റഡി ലീവ് തരും. അപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്യാം അങ്ങനെ. പിന്നെ ടീച്ചേഴ്സ് തരുന്ന നോട്ട്സ് നന്നായിട്ട് ഫോളോ ചെയ്യാം. അധികം ടീച്ചേഴ്സ് എന്താണോ പോയിന്റ്സ് പറയുന്നത് അത് എഴുതുന്നതാണ്, അത് പഠിച്ച് അത് എഴുതുന്നതാണ് നല്ലത്. നമ്മൾ ഒരു സെക്കൻഡറി മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നേക്കാളും നല്ലത് ടീച്ചേഴ്സ് എന്താ പറയുന്നത് അത് ഫോളോ ചെയ്യുന്നതാണ് നല്ലത്. അതിനായിരിക്കും അവരാണല്ലോ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ചാണ് മാർക്ക് തരിക. ഹൈദരാബാദിലെ ക്ലാസ് ഇല്ല, അത് എനിക്ക് ഇതുവരെയായിട്ട് ഒരു ഹിന്ദിയിൽ ഒരു ക്ലാസ് എനിക്ക് വന്നിട്ടില്ല. കാരണം ഞാൻ പഠിക്കുന്ന കോഴ്സ് ഇംഗ്ലീഷ് ആയതുകൊണ്ട് അവിടെ ഒരു ഹിന്ദി എന്നൊരു ഓപ്ഷൻ പിന്നെ അവിടെ വരുന്നില്ല. അല്ലെങ്കിൽ ഹൈദരാബാദിൽ ഹിന്ദിയിലെ ക്ലാസ് എടുക്കുന്ന പ്രൊഫസേഴ്സ് ഉണ്ടാവും, പക്ഷെ നമുക്ക് പറയാവുന്നതാണ് അവര്, നമുക്ക് അവരെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. അതെ. പിന്നെ ഹൈദരാബാദ് ഒക്കെ എന്ന് പറയുമ്പോൾ സൗത്ത് ഇന്ത്യയാണ്. സൗത്ത് ഇന്ത്യയിലൊന്നും ഹിന്ദി അത്ര ഫോളോ ചെയ്തു വരുന്നില്ല. ഒന്നെങ്കിൽ ഇവിടെ തെലുങ്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷ്. അതേ, പിന്നെ ഇവിടെയുള്ള പല പ്രൊഫസേഴ്സും ഹിന്ദിയിലൊന്നും ഫ്ലുവന്റ് അല്ല. അപ്പൊ എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യ ആയതുകൊണ്ട് ഇപ്പൊ കേരളത്തിൽ അതുപോലെ തന്നെയാണ്. നമുക്ക് ആ ഒരു ഇംഗ്ലീഷ് തന്നെയാണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത്. എന്താ ഡൽഹിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഹൈദരാബാദിൽ കുറച്ചും കൂടെ ഇംഗ്ലീഷ് ആണ് ഹിന്ദിനേക്കാളും കൂടുതൽ. ഹൈദരാബാദില് ഇന്റഗ്രേറ്റഡ് ഇംഗ്ലീഷ് വരുന്നില്ല. അപ്പോ ഇവിടെ ഇംഗ്ലീഷ് പറ്റില്ല. അതിന് ഇഫ്ലു ഹൈദരാബാദ് ആണ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹൈദരാബാദ് ഇഫ്ലു ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ DU, ജാമിയ, അലിഗഡ് അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്യാം. ഹൈദരാബാദിൽ ഇംഗ്ലീഷ് വരുന്നില്ല ഫോർ UG. സ്റ്റഡി ഷെഡ്യൂൾസ് എങ്ങനെയായിരുന്നു? വാട്ട് ഈസ് സ്റ്റഡി ഷെഡ്യൂൾസ്? സ്റ്റഡി സ്കെഡ്യൂൾസ് പറയുമ്പോൾ നമ്മള് എക്സാം ടൈമിലാവുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ അധികം പ്രിപ്പയർ ചെയ്യുമല്ലോ. പിന്നെ CUT എക്സാം ഒക്കെ ആകുമ്പോൾ നമ്മൾ അതിന് സെപ്പറേറ്റ് തന്നെ സമയം പ്രിപ്പയർ ചെയ്യാൻ വേണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പ്രൊഫസേഴ്സ് എന്താണോ പറയുന്നത് അത് നന്നായിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് അത് വെച്ചിട്ട് പഠിക്കാം. കോളേജ് ടൈം ഒക്കെ എങ്ങനെയാണ്? കോളേജ് ടൈം ഡിയുല് അതായത് ഡിയുല് മോർണിംഗ് 8:30 to 3 or 4 വരെയാണ്. അതിന്റെ ഇടയിൽ നമുക്കൊരു 2 hour ഒക്കെ നമുക്ക് ബ്രേക്ക് ഉണ്ടാകും. അങ്ങനെയാണ് ഡിയുവിന്റെ ഇത് ഒരു ടൈമിംഗ് വരുന്നത്. 8:30 or 9 ആണ് സ്റ്റാർട്ടിങ്. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ കോളേജസ്. ലൈക്ക് എനിക്ക് തോന്നുന്നു ജാക്കിർ ഹുസൈൻ ഒക്കെ 8:40 or 9 ആണ് സ്റ്റാർട്ട് ചെയ്തത്. മീറാണ്ട് 8:30 ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ചില കോളേജസ് 9 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം ആ ഒരു ടൈമിൽ തന്നെ വരുന്നത്. പിന്നെ ഒരു 4 വരെ, 3 അല്ലെങ്കിൽ 4 വരെ. പിന്നെ അതും കോളേജസിനെ ഡിപ്പെൻഡ് ചെയ്ത് ചില കോളേജസ് ഉച്ചവരെ മാത്രമുള്ള കോളേജുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെയും സെയിം, അതായത് 9 to 4. അതിന്റെ ഇടയിൽ നമുക്കൊരു 2 hour ഒക്കെ ബ്രേക്ക് കിട്ടും. അതായത് ലഞ്ച് അല്ലാണ്ട് നമുക്കൊരു 2 hour, ചില അവർ നമുക്ക് ക്ലാസ് ഉണ്ടാവില്ല. അപ്പൊ ലഞ്ചിന് പുറമെ നമുക്ക് ഒരു 2 hour ഒക്കെ നമുക്ക് ബ്രേക്ക് കിട്ടും. പിന്നെ അവിടെ സാറ്റർഡേ സൺഡേ ഹൈദരാബാദ് ആയാലും DU ആയാലും ക്ലാസ് ഇല്ല. സാറ്റർഡേ സൺഡേ ഓഫ് ആണ്. അല്ല, DU സാറ്റർഡേ ക്ലാസ് ഉണ്ട്. തേർഡ് ഇയേഴ്സിന് മാത്രമേ സാറ്റർഡേ ക്ലാസ് ഇല്ലാത്തുള്ളൂ. DUല് മൺഡേ ടു സാറ്റർഡേ വരെ ക്ലാസ് ഉണ്ട്. ഫസ്റ്റ് ഇയേഴ്സിനും സെക്കൻഡ് ഇയേഴ്സിനും. തേർഡ് ഇയേഴ്സിനാണ് സാറ്റർഡേ ക്ലാസ് ഇല്ലാത്തത്. ഇതെന്തെങ്കിലും ടിപ്സ് എന്തെങ്കിലും കൊടുക്കാനുണ്ടോ സ്റ്റുഡൻസിന്?
അവിടുത്തെ ഒരു എക്സ്പോഷറും കാര്യങ്ങളൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും അങ്ങനെയൊക്കെ ആയിട്ട്? ടിപ്സ് എന്ന് പറയുമ്പോൾ നമ്മള് ഇപ്പോ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളിപ്പോ ഇവിടെ അതായത് ഇപ്പൊ ഒരു ഡൽഹിയിൽ പോയി പഠിക്കുമ്പോ ഒക്കെ അവിടുത്തെ റിസോഴ്സസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രൂപത്തിലുള്ള ഉദ്ദേശം വെച്ചിട്ട് പോകണം. ലൈക്ക് നമ്മള് ചില അധിക പേരും ഇങ്ങനെ ഡൽഹിയിലൊക്കെ ചെന്നിട്ട് നല്ല താല്പര്യത്തോടു കൂടി ഡൽഹിയിൽ ചെന്നിട്ട് പിന്നെ എന്ത് ചെയ്യും, ആ ഒരു കംഫർട്ട് സോണിൽ പോയിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാണ്ട് അങ്ങനെയൊക്കെ നിൽക്കുന്നവരുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെയൊന്നും ആവാണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള റിസോഴ്സസ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കാരണം ഇത്രയും നല്ല സിലബസും ഇത്രയും എക്സ്പോഷറും ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ അത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ ലാംഗ്വേജസ് ആയാലൊക്കെ എക്സ്പോഷർ ഒക്കെ നന്നായിട്ട് നമുക്ക് കിട്ടുന്നത് എന്താണോ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യാനും ഹിന്ദി സ്പീക്ക് ചെയ്യാനും ഒക്കെ നമുക്ക് അവസരം ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. നമ്മള് സിംപ്ലി നമ്മൾ ഡൽഹിയിൽ പോയാൽ നമ്മളുടെ ഹിന്ദി ഒന്നും പെട്ടെന്ന് ഇമ്പ്രൂവ് ആവില്ല. പ്രത്യേകിച്ച് നമുക്കൊരു കുറച്ചൊരു മലയാളി സർക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അധികം അതിലിങ്ങനെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പോകും. അപ്പൊ നമ്മള് എന്ത് ചെയ്യണം, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ മാക്സിമം നമ്മള് ഇപ്പൊ സിലബസിന്റെ കാര്യത്തിലായാലും ലാംഗ്വേജസിന്റെ കാര്യത്തിലായാലും നമ്മൾ സിംപ്ലി നിന്നാല് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് 1 മാസം 2 മാസം കൊണ്ട് പെട്ടെന്ന് ഇമ്പ്രൂവ് ചെയ്യാവുന്നതാണ്. UPSCക്ക് പ്രിപ്പയർ ചെയ്യാൻ DU ആണോ HCU ആണോ ബെറ്റർ? UPSCക്ക് പ്രിപ്പയർ ചെയ്യാൻ DUയും HCയും അത് നമ്മുടെ സെൽഫ് വില്ലാണ്. നമ്മൾ എത്ര അതിന് സമയം ചെലവഴിക്കുന്നത്. ഇപ്പൊ DUയിൽ പോയി എന്ന് വിചാരിച്ചിട്ട് നമുക്ക് DUയിലെ സിലബസ് ഒന്നും UPSCക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ DUയില് HCUയിലുള്ളതോ ഒന്നുമില്ല. അതെന്ന് പറയുന്നത് നമ്മളെ സെൽഫ് വില്ലാണ്. പിന്നെ DUയില് ഒരു പ്രോഗ്രാം കോഴ്സ് ഉണ്ട്. DUയില് BA പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് BA പ്രോഗ്രാം എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്. അതിൽ നമ്മൾ 2 കോഴ്സ് വരും. അതെങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പം ചില കോളേജുകളിലൊക്കെ ഉണ്ട്. അത് ലിമിറ്റഡ്, എല്ലാ കോളേജസിലും ഇല്ല. ചില കോളേജുകളിലൊക്കെ വരുന്നുണ്ട്. അതായത് നമുക്ക് BA എക്കണോമിക്സ് പ്ലസ് ഹിസ്റ്ററി വരും. പിന്നെ BA പൊളിറ്റിക്സ് പ്ലസ് ഹിസ്റ്ററി, അങ്ങനെ കുറച്ച് കോമ്പിനേഷൻസ് വരുന്നുണ്ട്. അതിൽ അങ്ങനെ പഠിക്കുമ്പോൾ നമ്മള് പൊളിറ്റിക്സും പഠിക്കും ഹിസ്റ്ററിയും പഠിക്കും. നമ്മൾ രണ്ടിലും കൂടിയാണ് നമ്മൾ ഡിഗ്രി ചെയ്യുന്നത്. അത് അധികവും നമ്മളെ UPSC ആസ്പിരൻസ് ആണ് അത് ചെയ്യാറുള്ളത്. കാരണം അവർക്ക് 2 കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടും പിന്നെന്ന് വെച്ചാൽ ഇത് അത്ര ഡീപ്പായിട്ട് പഠിക്കില്ല. നമുക്ക് UPSCക്ക് വാസ്റ്റ് ആയിട്ട് എല്ലാ ഏരിയയും കവർ ചെയ്ത് പോവാണല്ലോ വേണ്ടത്. ഡീപ്പായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അവര് വാസ്റ്റ് ആയിട്ട് എല്ലാ ഏരിയയും ഒന്ന് കവർ ചെയ്യുന്ന രൂപത്തിൽ 2 കോഴ്സസ് പഠിക്കുന്ന ഒരു സിസ്റ്റം DUയിലുണ്ട്, BA പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട്. അത് നല്ല ഹെൽപ്ഫുൾ ആണ് UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്നവര്. അധികം ആ കോഴ്സ് ചൂസ് ചെയ്യുന്നത് UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ്. അപ്പോ അങ്ങനെ നോക്കുകയാണെങ്കിൽ UPSCക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ BA പ്രോഗ്രാം ഈസ് എൻ ഓപ്ഷൻ. അപ്പൊ നമുക്ക് PG വേണമെങ്കിൽ ഈ 2 സബ്ജക്റ്റിൽ ഏത് വേണേലും ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ നമ്മൾ എക്കണോമിക്സ് ഹിസ്റ്ററി എടുക്കുന്നെങ്കിൽ PG നമുക്ക് ഈ 2ലും ചെയ്യാൻ പറ്റുമോ? അതോ പറ്റും. ഈ 2 സബ്ജക്റ്റിൽ ഏത് വേണമെങ്കിലും PG ചെയ്യാൻ പറ്റും. ഇനി ഇപ്പം BA കോഴ്സ് ആർട്സിലല്ല വരുന്നത്. അപ്പം ആർട്സിൽ പ്രൊസീജിയേഴ്സ് ഒക്കെ എങ്ങനെയാ? അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് UG CUT മാർക്കിന്റെ ബേസിലാണ്. CUT മാർക്ക് വന്നതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യണം യൂണിവേഴ്സിറ്റീസിൽ. അങ്ങനെയാണ്. അപ്ലൈ ചെയ്തിട്ട് അവര് നമ്മളുടെ ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്തിട്ട് അവര് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കറക്റ്റ് അല്ലേ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് അവർ നമുക്ക് ഓഫർ ചെയ്യും. ദെൻ നമ്മൾ ഫീ പേയ്മെന്റ് ചെയ്യുക. അഡ്മിഷൻ സ്ലിപ്പും കിട്ടും. അതോടുകൂടി അഡ്മിഷൻ റെഡിയാവും. പിന്നെ നമ്മൾ ഫിസിക്കലി പോയിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഒന്നും കൂടെ വെരിഫൈ ചെയ്യണം. അതിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ്സിൽ എന്തെങ്കിലും നമ്മള് പ്രശ്നം കണ്ടെത്തിയാൽ അവര് നമ്മളുടെ അഡ്മിഷൻ ക്യാൻസൽ ചെയ്യും. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്നും വരാറില്ല. ഇനി എനിത്തിങ് എല്ലാതും ഓൺലൈൻ ആണ്. ഇപ്പോ DUന്റെ കേസിൽ എല്ലാതും ഓൺലൈൻ ആണ്. ഹൈദരാബാദ് ആണെങ്കിൽ ഇന്റഗ്രേറ്റഡ് കോഴ്സസിന് ആദ്യം അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. CUT എൻട്രൻസ് എക്സാമിന്റെ ബേസിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കുട്ടികൾ, അതിപ്പോ ഒരു 50 സീറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 150 സ്റ്റുഡൻസിനെ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അതില് അവര് ഫിസിക്കലി വരാൻ പറയും. അതിൽ നമ്മൾ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളുമായിട്ട് വരിക. അവിടെ എത്തിയിട്ടുള്ള 50 സ്റ്റുഡൻസിന്, അതായത് ടോപ്പ് 50 സ്റ്റുഡൻസിന് അഡ്മിഷൻ കൊടുക്കും. അതായത് സ്പോട്ട് അഡ്മിഷൻ ആണ് ഹൈദരാബാദിൽ ഫോളോ ചെയ്യുന്നത്. സ്പോട്ടായിട്ട് ഇപ്പൊ കുറച്ച് കുട്ടികൾ വരാത്തുണ്ടെങ്കിൽ ബാക്കിലുള്ള, അതായത് കുറച്ച് മാർക്ക് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടും. സ്പോട്ട് അഡ്മിഷൻ ആണ് വരുന്നത്. കോളേജസിൽ യൂണിഫോം യൂണിഫോം ഉണ്ടാവുന്നല്ല. ഇല്ല.
അത് ഏത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും ഇല്ല. ഇത് നാട്ടിലാണേലും ഗവൺമെന്റ് കോളേജസിൽ യൂണിഫോം ഉണ്ടാവില്ല. ഇവിടെ പ്രൈവറ്റ് കോളേജസിൽ മാത്രമേ യൂണിഫോം ഉള്ളൂ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ BA പ്രോഗ്രാമും BA ഹോണേഴ്സും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ ഒരു കമ്പയർ ചെയ്ത് പറയാൻ പറ്റുമോ? അതിന്റെ അതായത് വാല്യൂ ബി എ ഹോണേഴ്സിനാണ് BA പ്രോഗ്രാമിനേക്കാളും വാല്യൂ ഉള്ളത്. ഇപ്പൊ BA പ്രോഗ്രാം നമ്മൾ ചൂസ് ചെയ്യുന്നത് UPSCക്ക് പോകാൻ താല്പര്യമുള്ള ആളുകളാണ് മെയിൻ ആയിട്ട് ചൂസ് ചെയ്യുന്നത്. പിന്നെ ഒരേ സമയം നമുക്ക് അതായത് 2 വിഷയത്തിലാണ് നമുക്ക് ഡിഗ്രി കിട്ടുന്നത്. ഇപ്പൊ എക്കണോമിക്സ് ഓർ ഹിസ്റ്ററി, എക്കണോമിക്സ് ആൻഡ് ഹിസ്റ്ററി, അല്ലെങ്കിൽ നമുക്ക് പൊളിറ്റിക്കൽ, 2 സബ്ജക്റ്റിൽ നമുക്ക് ഒരേ സമയം നമുക്ക് ഡിഗ്രി കിട്ടുകയാണ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ഒരു PG ചെയ്തിട്ട് നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ട് PG PhD അങ്ങനെ പോകാനാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ ബെറ്റർ ഓപ്ഷൻ ഹോണേഴ്സ് ചെയ്യുന്നതാണ്. കാരണം ഇപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിൽ ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ വാസ്റ്റ് ആയിട്ടും ഡീപ്പായിട്ടും നമ്മൾ പഠിക്കും. പിന്നെ നമ്മൾ അതിൽ PG ചെയ്യാനും PhD ചെയ്യാനും ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ട് വരുന്നത് ഹോണേഴ്സ് ചെയ്യുന്നതാണ്. പക്ഷെ UPSCക്ക് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്ര ഡീപ്പായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് വാസ്റ്റ് ആയിട്ടാണ് പഠിക്കേണ്ടത്. അത് പ്രോഗ്രാമിൽ നിന്ന് തന്നെ കിട്ടും. ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുന്ന ഫ്ലാറ്റുകളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ കുറച്ച് മലയാളി ഓർഗനൈസേഷൻസ് ഒക്കെ ഹോസ്റ്റലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ ഉണ്ട്. നമുക്ക് ഒറ്റയ്ക്ക് എടുക്കാവുന്നതാണ്. പക്ഷെ അവിടെ കുറച്ച് ക്വൈറ്റ് എക്സ്പെൻസീവ് ആണ് ഡൽഹി എന്ന് പറയുന്നത്. അപ്പൊ ഒറ്റയ്ക്ക് ഒരു ഫ്ലാറ്റ് എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 13K ഒക്കെ ഒരു മന്ത് വരും. ബട്ട് ഇഫ് ഇറ്റ്സ് ഓക്കെ ദെൻ അതൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന അതിനൊക്കെയുള്ള ഓപ്ഷൻസ് ഒരുപാടുണ്ട്. ഇനി PG എടുത്താലും നമുക്ക് ഒറ്റയ്ക്ക് റൂം കിട്ടും. ഡബിൾ ഷെയറിങ്, ട്രിപ്പിൾ ഷെയറിങ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. Can we balance our studies with our internship in UG? അതൊക്കെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. കാരണം ഓൺ-സൈറ്റ് ഇന്റേൺഷിപ്സ് ആണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ക്ലാസ് കട്ട് ചെയ്തിട്ട് ഇന്റേൺഷിപ്പിന് പോകേണ്ടി വരും. അങ്ങനെ അല്ലാണ്ട് ഓൺലൈൻ ഇന്റേൺഷിപ്സ് ഒക്കെ എടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു ഡെയിലി ഒരു 1 or 2 അവർ നമ്മൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്ക് ക്ലാസ് ബാലൻസ് ചെയ്യാവുന്നേ ഉള്ളൂ. എനിക്ക് ഇപ്പോഴത്തെ സിലബസിൽ എനിക്ക് തോന്നുന്നു നമ്മളുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടതുണ്ട്. നമ്മളുടെ 2 credits വരുന്നുണ്ട് ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട്. ഇപ്പൊ ഞങ്ങളൊക്കെ NEP ബാച്ച് ആയതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ അടുത്ത വർഷം ഇന്റേൺഷിപ്പ് ഉണ്ട്. അതായത് നമ്മള് ഒരു 60 hours നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുക എന്നുള്ളത് ഞങ്ങളെ കോഴ്സിന്റെ ഭാഗമായിട്ടുണ്ട്. അങ്ങനെയുള്ള അതായത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക്, അതായത് കോളേജിൽ നിന്ന് നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതുണ്ട്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഇന്റേൺഷിപ്പ് നമ്മൾ കണ്ടെത്തണം, അല്ലെങ്കിൽ കോളേജ് നമുക്ക് ഇന്റേൺഷിപ്പ് തരും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഇത് ചൂസ് ചെയ്യാം, ഇന്റേൺഷിപ്പുകൾ. അത് നമ്മൾക്ക് കമ്പൽസറി ആയി വരുന്നുണ്ട്. ഇപ്പോ NEPയുടെ ഭാഗമായിട്ട് ഇപ്പൊ നമുക്ക് ഇന്റേൺഷിപ്പ് ചെയ്യൽ കമ്പൽസറി ആണ്. അപ്പോ അതിന് പുറമെ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിന് വേറെ ഇന്റേൺഷിപ്പ് ചെയ്യാവുന്നതാണ്. Is BA English as valued as BA foreign language course? ഒറ്റയ്ക്കാണോ സിലബസ്? രണ്ട് വേരിയേഷൻ. BA ഇംഗ്ലീഷ് വാല്യൂഡ് ആണെന്ന് ചോദിച്ചത് അത് സ്കോപ്പിനനുസരിച്ചിരിക്കും. BA ഇംഗ്ലീഷിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടീച്ചിങ് ഒരു ഓപ്ഷൻ ആണ്. അതെന്ന് വെച്ചാൽ കുറച്ചും കൂടെ കമ്പയർ ടു ഫോറിൻ ലാംഗ്വേജസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇംഗ്ലീഷ് പഠിപ്പിക്കാനാണ് കുറച്ചും കൂടെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. പിന്നെ ഫോറിൻ ലാംഗ്വേജസിന് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. ഒരുപാട് പേരൊക്കെ ഇപ്പോൾ ഫോറിൻ ലാംഗ്വേജസ് പഠിക്കുന്നുണ്ട്. അതായത് ഫോറിൻ ലാംഗ്വേജസിലും ടീച്ചിങ്ങിനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. ഹെക്ടിക് ആണോ സിലബസ് എന്ന്? ഹെക്ടിക് അല്ല സിലബസ് ഹെക്ടിക് അങ്ങനെ പറയാൻ പറ്റില്ല. ബട്ട് നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ ടൈം നമ്മൾ റീഡിങ്സിനായാലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അതായത് നമ്മൾ നാട്ടിലെ യൂണിവേഴ്സിറ്റിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ കുറച്ചും കൂടെ ഉണ്ടാകും. ബട്ട് അത് നമുക്ക് എന്തായാലും ബെനിഫിറ്റേ ഉള്ളൂ അതിനെ കൊണ്ട്. ഹോണേഴ്സ് ഡിഗ്രീന്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ്. അങ്ങനെ കുറച്ചും കൂടെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിലബസ്. BA ഇംഗ്ലീഷിൽ പഠിക്കാനുള്ളത് ലിറ്ററേച്ചർ, അതായത് നമ്മൾ പഠിക്കുക യൂറോപ്യൻ ലിറ്ററേച്ചർ പഠിക്കും. അതായത് ഷേക്സ്പിയർ, വേർഡ്സ്വർത്ത്, അങ്ങനെ ഒരുപാട് ലിറ്ററേച്ചർസ് പഠിക്കും. പിന്നെ അമേരിക്കൻ ലിറ്ററേച്ചർ പഠിക്കും, അമേരിക്കൻ ഓതേഴ്സ്. ഇന്ത്യൻ ലിറ്ററേച്ചർ പഠിക്കും, ഇന്ത്യയിൽ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ള ലിറ്ററേച്ചർ. പിന്നെ ഇന്ത്യയിൽ തന്നെ ഇംഗ്ലീഷിലല്ലാണ്ട് ലൈക്ക് റീജിയണൽ ലാംഗ്വേജസിൽ എഴുതിയത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള മെയിൻ ലിറ്ററേച്ചേഴ്സ്. ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുക. പിന്നെ ലിറ്റററി തിയറീസ്, കുറച്ച് ഫിലോസഫി പഠിക്കാനുണ്ടാവും, പോംസ്, സ്റ്റോറീസ്, നോവൽസ്, ഡ്രാമ. ഇതാണ് ഇംഗ്ലീഷിൽ പഠിക്കാനുണ്ടാവുക. ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെ വരുന്നത്? പിന്നെ ഒരു ഏവറേജ് പേ സ്കെയിലൊക്കെ എങ്ങനെ ആയിരിക്കും MA ഇംഗ്ലീഷ് കഴിഞ്ഞവർക്കുള്ള ജോബിലൊക്കെ?
ഇന്ദുവിനാണ് ഇംഗ്ലീഷ് ചോദിച്ചത്. കഴിഞ്ഞിട്ട് MA ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് കോണ്ടന്റ് റൈറ്റിംഗ് ഒരു ഓപ്ഷൻ ആണ് ഇംഗ്ലീഷിൽ ഡിഗ്രിയും PGയും കഴിഞ്ഞ ആളുകൾക്ക്. പിന്നെ നമുക്ക് ജേർണലിസ്റ്റ് നോട്ട് ഇന്റേൺസ് ആയിട്ട്, അതായത് നമുക്ക് എഡിറ്റോറിയൽ ഒക്കെ ആയിട്ട് നമുക്ക് ഓരോ മീഡിയാസിന്റെ എഡിറ്റോറിയൽ ബോർഡിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ടീച്ചിങ് തന്നെയാണ് മെയിൻ ആയിട്ട് ഇംഗ്ലീഷ് എടുത്താലുള്ള ഒരു ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്. ടീച്ചിങ് ആണ് ഫീൽഡ്. പിന്നെ PhD ചെയ്തിട്ട് അങ്ങനെയൊക്കെ പോവാം. BA ഹോണേഴ്സ് DUയിൽ ഏതൊക്കെ കോളേജിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാൽ DU ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ കീഴിലുള്ള ഡൽഹി യൂണിവേഴ്സിറ്റിയാണ് BA ഹോണേഴ്സ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, നോട്ട് കോളേജസ്. അപ്പൊ ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ കീഴിലുള്ള എല്ലാ കോളേജസിലും വരുന്നുണ്ട് ഹോണേഴ്സ്. അതിൽ എല്ലാ യൂണിവേഴ്സിറ്റിയും ഡൽഹി യൂണിവേഴ്സിറ്റിയാണ് ഹോണേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബാക്കി ലാംഗ്വേജസ് എല്ലാം ബേസ് അത് എനിക്ക് തോന്നുന്നു ഫ്രഞ്ചും ഒക്കെ നമ്മൾ ലെറ്റേഴ്സ് ഒക്കെ അറിഞ്ഞിരിക്കണം. അതായത് നമ്മൾ അതിന്റെ എൻട്രൻസ് എക്സാമിൽ തന്നെ ഇഫ്ലൂലൊക്കെ എൻട്രൻസ് എക്സാമിന് തന്നെ നമ്മൾ ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഫ്രഞ്ച്, സ്പാനിഷ് ഒക്കെ. കോളേജസിൽ ഇപ്പൊ DUയിൽ അറബിക്ക് DUയിൽ പഠിപ്പിക്കുന്ന ഒക്കെ ബേസിക്, അതായത് ബേസിക് തൊട്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട് അറബിക്കൊക്കെ. ഫ്രഞ്ചും ബേസിക് തൊട്ട്, അതായത് ബേസിക് ഗ്രാമറും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും. പക്ഷെ നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് അതിന്റെ ലെറ്റേഴ്സ് ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇതിന് മുന്നേ ഒരു ഡൗട്ട് ചോദിച്ചിരുന്നു. പിന്നെ വിച്ച് ഓഫ് കോളേജസ് ആർ പ്രൊവൈഡിങ് BA ഓണേഴ്സ് DU? BA ഓണേഴ്സ് ഇംഗ്ലീഷ് ആണ് ചോദിച്ചത്. അതൊന്ന് ക്ലിയർ ആക്കാവോ? ഇംഗ്ലീഷ് ഓൾമോസ്റ്റ് എല്ലാ കോളേജസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ കോളേജസും ഇംഗ്ലീഷ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്റെ അറിവിൽ ഇംഗ്ലീഷിൽ ഇല്ലാത്തതായിട്ട് SRCC ഉണ്ടാകും, ശ്രീറാം കോളേജ്. അവിടെ BComഉം എക്കണോമിക്സും ആണ് സ്പെഷ്യലൈസേഷൻ വരുന്നത്. അതായത് BComനും എക്കണോമിക്സിനും ഏറ്റവും ബെസ്റ്റ് കോളേജ് SRCC ആണ്. ബാക്കി ലാംഗ്വേജസ് എല്ലാം ബേസിക്. BA ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഏതെങ്കിലും ലിറ്ററേച്ചർ ഒക്കെ ഇംപ്രൂവ് ചെയ്യാനുള്ള ഏതെങ്കിലും ബുക്സ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? ഇത് വായിച്ചിട്ട് മാം ഈസ് ലേഡി ശ്രീറാം ഓൾസോ പ്രൊവൈഡിങ് BA ഇംഗ്ലീഷ്. യെസ്, ലേഡി ശ്രീറാമിൽ ഇംഗ്ലീഷ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലേഡി ശ്രീറാം, മിറാണ്ട ഈസ് ലൈക്ക് ഓൾമോസ്റ്റ് ഈക്വൽ, ലൈക്ക് ബെറ്റർ ഓപ്ഷൻസ് ആണ് രണ്ട് കോളേജും ഇസ് ബെസ്റ്റ്. ഇന്ന് നമ്മുടെ സെഷനിൽ നമ്മോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്ത ഫിദ മജീദിനെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ സ്പെൻഡിങ് യുവർ ടൈം വിത്ത് us.